നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒരു ഇതേ പാഠത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ടാണ് എടുത്തത്. ഇനിയിപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് ആ നിർത്തിയ ഭാഗം ഒരു മാഷം ഒരു സെക്കൻഡ് പറയാം. ജോക്കും ഗംഗിയും തമ്മിലുള്ള സംഭാഷണം നടക്കുകയാണ്. നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു കഥാപാത്രങ്ങളൊക്കെ, അതിനെപ്പറ്റി പറയുന്നില്ല. വളരെ ആശ്ചര്യത്തോടുകൂടെ ഭർത്താവ് ചോദിച്ചു തു കഹാസിലായി. അപ്പം പാനി ഭാര്യ പറയാണ് ദോ കുവേ തോ ഹേ ഏക് ലോട്ടാ പാനി നീ പറഞ്ഞേ ദേഗി, ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി അത് നോക്കിക്കോളൂ മതി. പേജ് നമ്പർ 55, റൈറ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ലാസ്റ്റ് പാരഗ്രാഫ്. വലതു ഭാഗത്ത് അവസാന പാരഗ്രാഫ്. ഇത് കേട്ടിട്ട് ജോക്ക് പറയണം ഹാത്ത് പാവ് തുടുവായേഗി ഓർ കുച്ച് ന ഹോഗ. ഹാത്ത് മക്കളെ കൈ, പാവ് കാല്, തോടിന പൊട്ടിക്കുക. നീ പോയാലുണ്ടല്ലോ ഹാത്ത് പാവ് തുടുവാക്കറായേഗി, കയ്യും കാലും ഒട്ടിച്ചിട്ട് വരും. ഓർ കുച്ച് ന ഹോഗ, അല്ലാണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വെള്ളമൊന്നും കിട്ടാൻ പോകുന്നില്ല. तुम्हें कोई पानी कहीं से नहीं मिलेगी और उल्टा हाथ पाव तुड़वा कर लाएगी. തീ മറിച്ച് എന്ത് കയ്യും കാലും ഒടിച്ചു വരും. ബൈറ്റ് ചുപ് കേസേ, ദേഷ്യത്തോടെ പറഞ്ഞു നീ മിണ്ടാടെ എനിക്ക് പോയിട്ട്. പിന്നെ അദ്ദേഹം പറയാണ് വീണ്ടും ബ്രാഹ്മണ ദേവത ആശീർവാദ ദേഗ. ये जो ठाकुर जैसे ऊंचे जाति वाले लोग, जो ब्राह्मण लोग, क्या तुम्हें आशीर्वाद देगा? आओ पानी भरो. നിനക്ക് അവർ ആശീർവാദം തന്ന് വിളിച്ചുകൊണ്ട് വരുമോ പാനി നിറച്ചോളെ എന്ന് പറഞ്ഞിട്ട്? നോ. ഹാത്ത് പാവ് തുടുവാക്കറായി തും, കയ്യും കാലും ഒടിച്ചു വരും. ഈസിലെ ചുപ് കേസ് ബൈറ്റ് ജാ, മിണ്ടാതെ അവിടെ ഇരുന്നോ. ഠാക്കൂർ ലാഠി ചലായി പറഞ്ഞു നിന്റെ മുകളിൽ ലാഠി, ലാഠിയാണ് നമ്മളെ വടി, ലട്ട് ലാഠി ഒക്കെ പറയും. വടി കൊണ്ട് നിനക്ക് അടി കിട്ടും അവിടെ പോയാൽ. ആർ സാഹുജി, നീ പറഞ്ഞ രണ്ടാമത്തെ ആളുണ്ടല്ലോ സാഹുജി, ഏക് കപ്പ് 5 ലേക്ക്. നീ ഒരു കപ്പ് വെള്ളം ചോദിച്ചാൽ 5 തിരിച്ച് അങ്ങോട്ട് ചോദിക്കുക അയാൾ എന്ന് പറഞ്ഞാൽ തരില്ല, അവിടെയും കിട്ടാനില്ല. इसलिए पहले जोकू ने आश्चर्य से पूछा था गंगी तू कहां से पानी लाएगी. അതുകൊണ്ടാണ് നേരത്തെ ആശ്ചര്യത്തോട് ചോദിച്ചു നീ എനക്ക് എവിടുന്ന വെള്ളം കിട്ടുക, നീ എവിടുന്ന കൊണ്ടുവരിക. क्या ठाकुर तुम्हें पानी देगा? ब्राह्मण देवता तुम्हें क्या पानी देगा? लाठी मारेगा तुम्हें, वड्डी കൊണ്ട് അടി കിട്ടും. हाथ पैर तुड़वा के आओगे, इसलिए चुप बैठ जा, मिंडादे അവിടെ ഇരുന്നോ. और दूसरा जिसने तुमने बोला था जो साहू है, तुम एक मांगो तो उल्टा वो 5 मांगते हैं. നീ ഒന്ന് ചോദിച്ചാലോ തിരിച്ച് 5 അങ്ങോട്ട് ചോദിക്കും. പിന്നെ പറയാണ് ജോക്കു വീണ്ടും ഗരീബ് കാ ദർദ് കോൻ ജാൻ സമജ്താ ഹേ. पर गंगी तुम्हारे जैसे मेरे जैसे गरीब लोग का दर्द, दर्द अर्थम വേദന, ഗരീബ് മത് അർത്ഥം പുവർ, പാവപ്പെട്ടവർ. ഓപ്പോസിറ്റ് ഭാഷ പറയാ അമീർ. അമീർ എന്ന് പറഞ്ഞാൽ പണക്കാരനാണ് പറയുക. അമീർ ഗരീബ്, ഗരീബ് അമീർ. तो हम जैसे गरीब लोगों का दर्द कौन जानता है गंगी? നമ്മളെ പോലെയുള്ള പാവപ്പെട്ട ആളുകളുടെ വേദന ഗംഗി കോൻ ജാൻതാ ഹേ, ആർക്കറിയാം. പിന്നെയോ ഹം തോ മർ ഭീ ജാത്തെ ഹേ, നമ്മളെ പോലുള്ള ആളുകൾ മരിച്ചു വീണുപോയാലും, നമ്മൾ പട്ടിണി കൊണ്ട് വെള്ളം കൂട്ട് കിട്ടാതെ ഭക്ഷണം കിട്ടാതെ കിടന്ന് പെട്ടഞ്ഞ് മരിച്ചു പോയാലും, अगर तुम और मेरे जैसे गरीब लोग अगर बिना खाने का बिना पानी का अगर मर भी जाते हैं, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതൊക്കെ നമ്മൾ മരിച്ചു പോയാലും, तो कोई द्वार पर झांकने नहीं आता. ഒരാളും നമ്മുടെ ദ്വാരത്ത് നമ്മളെ വാതിക്കൽ ജാങ്കന എത്തി നോക്കുക, എത്തി നോക്കാൻ പോലും ആരും വരില്ല എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ സമാജത്തിൽ അത്രയും നമുക്ക് ഇടവില്ല. ഇപ്പോൾ ഒരു മൃഗം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, പോകുന്ന വഴിക്കൊന്ന് എത്തി നോക്കും. അത്ര പോലും ഇല്ല, മരിച്ചു വേണം അവിടെ കിടക്കുകയുള്ളൂ എന്ന പരമാർത്ഥം ജോക്കു ഗംഗിയോട് പറയുകയാണ്.
हमारे जैसे गरीब लोग हैं और बिना खाने का बिना पानी का हम अगर मर भी जाते हैं गंगी, तो कोई आदमी द्वार पर झांकने तक नहीं आएगा. എത്തി നോക്കാൻ പോലും ഒരാളും വരില്ല. പിന്നെയോ കന്താ ദേന തോ ബഡി ബാത് ഹേ. കന്ത അർത്ഥം മക്കളെ ഷോൾഡർ. കന്താദേന, കന്ത എന്ന് പറഞ്ഞാൽ ഷോൾഡർ എന്നാണ് മാഷ് പറയുന്നത്. കന്താദേന സഹായിക്കുക. കന്താദേന അർത്ഥം എന്താണ്? സഹായിക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മരണയ്ക്ക് ബാദ് കന്താദേന അങ്ങനെ ഒരർത്ഥമുണ്ട് ഹിന്ദിയിലെ. മരിച്ചതിന് ശേഷം കന്താദേന എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ശവമഞ്ചം ചുമക്കുന്നതിനാണ്. പിന്നെ അത് സഹായം തന്നെയാണ്. ശ്മശാനത്തിലേക്ക് ശവമഞ്ചം തൂന്ന് കൊണ്ടുപോവുക. അപ്പം പറയാണ് മകളിപ്പം മരിച്ചു പോയാൽ ജാങ്കിനെ തക്ക് നെയ്യാത്ത, നമ്മൾ മരിച്ചു വീണാൽ എത്തി നോക്കാൻ വരാത്തവരാണോ നമ്മളെ ശവമഞ്ചം ചുമക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ പോകുന്നത് എന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്ത് പറയുന്നത് ഭർത്താവ് ജോക്കു ഭാര്യയായ ഗംഗയോട് പറയുന്നത്. हम तो गरीब लोग हैं, हमारा दर्द पीड़ा दुख कौन जानता है. നമ്മൾ ഗരീബ് ആദ്മിയാണ്, പാവപ്പെട്ടവരാണ്. हमें दर्द है, दुख है, पीड़ा है, हताशा है, निराशा है, लेकिन ये सब कुछ कौन जानता है गंगी. പക്ഷെ ഇതൊക്കെ ആര് ചോദിക്കുന്നു ഗംഗി? അഗർ തും മർ ഭി ജാത്തെ ഹെ ജാങ്കത്തെ തക് नहीं आता. മരിച്ചു കിടന്നാൽ എത്തി നോക്കാത്ത ആളുകൾ ക്യാ തുമേ കന്ദ ദേഗാ, ക്യാ തുമേ സഹായത ദേഗി? നിനക്ക് സഹായിക്കാൻ പോകുന്നുണ്ടോ? ये लोग कुएं से पानी भरने देगा. ऐसा लोग, അങ്ങനെയുള്ള ആളുകൾ എന്താ പറയുന്ന മക്കളെ? ഐസാ ലോഗ്, അങ്ങനെയുള്ള ആളുകൾ. കൈസാ ലോഗ് എങ്ങനെയുള്ള ആളുകൾ? जो मरने के बाद जागने तक नहीं आने वाले लोग, निचले जाति वालों को पीने का पानी से मना करने वाले लोग, जो समाज के ऊंचे वर्ग के ब्राह्मण लोग, क्या ऐसा लोग तुम्हें पानी भरने देगा? നിനക്ക് തന്നെ വെള്ളം കുടിക്കാൻ അവരനുവദിക്കുമോ? വെള്ളം നിറയ്ക്കാൻ അവരനുവദിക്കുമോ എന്നുള്ള വളരെ കൃത്യമായ ചോദ്യമാണ് ഭാര്യയോട് ഭർത്താവ് ചോദിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ചുപ് ബൈഠ് ജാ, മിണ്ടാതെ അവിടെ ഇരുന്നു. ഹാത്ത് പാവ് തുടുവാക്കറായി തുമേ പാനി കहीं से नहीं मिलने वाली है. നിനക്ക് എവിടുന്നും വെള്ളം കിട്ടാൻ പോകുന്നില്ല. അപ്പം ഇത് ശരിക്കും യഥാർത്ഥത്തിൽ കാണിക്കുന്നത് എന്താ മക്കളെ? ഇറ്റ് ഗിവ്സ് ദ റിയൽ റിഫ്ലക്ഷൻ ഓഫ് ദ സൊസൈറ്റി അറ്റ് ദറ്റ് ടൈം. കൃത്യമായിട്ടുള്ള സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ് പറഞ്ഞു തരുന്നത്. വാട്ട് വാസ് ദ സിറ്റുവേഷൻ ഓഫ് ദ ഡൗൺ ട്രോഡൻ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി അറ്റ് ദറ്റ് ടൈം? They didn't have any permission to fetch the water from the public wells. And every rights were completely denied to those people. എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെട്ട, കുടിവെള്ളം പോലും കൊടുക്കാത്ത ആ ഒരു ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു കാസ്റ്റ് സിസ്റ്റം വിച്ച് വാസ് പ്രിവെയിൽഡ് ഇൻ അവർ കൺട്രി ഇയേഴ്സ് എഗോ. വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ ഭാരതത്തിലുണ്ടായിരുന്ന ഒരു ജാതി വ്യവസ്ഥ, ദ കാസ്റ്റ് സിസ്റ്റം വിച്ച് വാസ് പ്രിവെയിൽഡ്, ഹൈലി പ്രിവെയിൽഡ് ഇൻ അവർ കൺട്രി അറ്റ് ദാറ്റ് ടൈം. ആൻഡ് ദിസ് ഈസ് ദ റിയൽ റിഫ്ലക്ഷൻ ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിലേക്ക് റിയൽ റിഫ്ലക്ഷനാണ് മനോഹരമായിട്ട് പ്രേംചന്ദ്ജി നമുക്ക് തന്നത്. पति पत्नी के बीच में बातें होते हैं, लेकिन समाज के अंदर जो बुराइयां थी उसके सही तरीके से हमें बताया गया है. അതിനെ വളരെ കൃത്യമായിട്ട് ആ ബുരായിയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാ പറയുന്നത്, നിനക്ക് വെള്ളം കോരാനുള്ള പെർമിഷനൊന്നും കിട്ടാൻ പോകുന്നില്ല. എൻ്റെ തൊണ്ട വരളുകയാണ്, ഞാനിവിടെ കിടന്ന് മരിക്കും, നീയും കൂടെ മരിക്കും. പക്ഷേ നമ്മളെ തിരിഞ്ഞു നോക്കാത്ത ആളുകളാണോ നമുക്ക് സഹായിക്കാൻ വേണ്ടി പോകുന്നത്? ക്യാ ഐസാ ലോഗ് പിന്നെ പാനി ദേഗ, അങ്ങനെയാണോ നമുക്ക് പാനി ചെയ്യാൻ പോകുന്നത്? ഇത് ഭാര്യ കേട്ടിട്ട് ഭാര്യ പറയാണ്, ഭാര്യയ്ക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭർത്താവിൻ്റെ വാക്കുകൾ, ജോക്കുവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അവളുടെ മനസ്സിലേക്ക് ഇൻ ശബ്ദോ മേ കടുവാ സത്യത. ഭർത്താവ് പറഞ്ഞ ഈ ഓരോ വാക്കുകളിലും കടുവ, സത്യത, സത്യത. എന്തായാലും ഭർത്താവ് പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണ്. എങ്ങനെയുള്ള സത്യമാണ്? കയ്പുള്ള സത്യമാണ്. കടുവ, കടുവ അർത്ഥം മക്കളെ കയ്പുള്ള. ഓപ്പോസിറ്റ് ഭാഷ പറയട്ടെ, മീഠ.
മധുരമുള്ള, മീഠ മധുരമുള്ള, കടുവ കയ്പുള്ള. കടുവ സച്ചത. സത്യം പറയുകയാണെങ്കിൽ ഇത് ഒരു കയ്പുള്ള സത്യമാണ്. വിഴുങ്ങാൻ വിഷമമുണ്ട്, പക്ഷേ വിഴുങ്ങിയേ പറ്റൂ. ഇതാണ് സത്യം. ഗംഗി ക്യാ ജവാബ് ദേത്തി. ഇങ്ങനെയുള്ള ഒരു സത്യം വിളിച്ചു പറയുമ്പോൾ ഗംഗി ക്യാ ജവാബ് ദേത്തി. ജവാബ് മക്കളെ ഉത്തരം. എന്ത് ഉത്തരാ കൊടുക്കുന്നതിന്? മറുപടി ഉണ്ടോ? നോ. കാരണം എന്താ പറഞ്ഞ സത്യമാണ്, അതിന് മറുപടി ഇല്ല. കിന്തു എന്നിരുന്നാലും ഉസ്നെ വഹ് ബദ്ബൂദാർ പാനി പീനെ കോ നെയ് ദിയ. പക്ഷെ എന്നാലും ആ ഭാര്യയായ ഗംഗി ബദ്ബൂദാർ പാനി, മാഷ് നേരത്തെ പറഞ്ഞു, ആ നാറുന്ന വെള്ളം പീനെ കോ നെയ് ദിയ, കുടിക്കാൻ കൊടുത്തില്ല. എന്തായിരുന്നു കാരണം? कारण तो पहले बताया गंगी इतना जानती थी कि बदबूदार पानी और गंदा पानी पीने से उसकी बीमारी और बढ़ जाएगी, इसलिए वो खराब पानी, गंदा पानी, बदबूदार पानी नहीं दिए. അതുകൊണ്ട് മോശമായിട്ടുള്ള വെള്ളം അവൾ കൊടുത്തില്ല. ലേക്കിൻ ജോ പതിനെ ജോ ബതായ, ജോക്കുനെ ജോ കുछ बताया वो सच है, परमार्थ है और उसका कोई जवाब नहीं. ഇതിനൊരു ഉത്തരവുമില്ല. പറഞ്ഞത് കറക്റ്റ് 100% ശരിയാണ്. പിന്നെ അവളെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകളാണ് കടന്നു വരുന്നത് എന്ന് നോക്കാം നമ്മൾ. ഇതെപ്പോഴാണ് ഈ കഥ നടക്കുന്നത് എന്നുള്ളത് പറയാൻ പോവുകയാണോ? നോക്കിക്കോളൂ മക്കളെ. രാത് കെ 9 ബജെ थे. സമയം രാത്രി 9 ബജെ, 9 മണിയായിട്ട്. രാത്രി 9 മണി സമയം. थके मादे मजदूर तो सो चुके थे. ठाकुर के दरवाजे के पास 10-5 बेफिक्र जमा थे. मैदानी बहादुरी का तो अब न जमाना है न मौका है. എന്താ പറയുന്നത്? थके मादे മസ്ദൂർ അർത്ഥം മക്കളെ ലേബേഴ്സ്, തൊഴിലാളികൾ. ദിവസം മുഴുവൻ ജോലിയൊക്കെ ചെയ്തിട്ടുള്ള തൊഴിലാളികൾ തകേ ഹുവേ ഹെ, ക്ഷീണിച്ചവശരായി. തകേ മാതെ ക്ഷീണിച്ചവശരായ തൊഴിലാളികൾ. സോ ചുക്കേ थे, അവർ കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. क्योंकि रात के 9 बजे हैं, सुबह से शाम तक काम करने वाले लोग थक जाते हैं और थके लोग सो जाते हैं. ക്ഷീണിച്ച ആളുകൾ കിടന്നു 9 മണിക്ക് അവരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഠാക്കൂർ കെ ദർവാസെ പർ. പക്ഷേ ഈ സമയത്ത് രാത്രി 9 മണിക്ക് ഠാക്കൂറിൻ്റെ വീടിൻ്റെ ദർവാസെ പർ, അയാളെ വാതിൽക്കൽ എന്ന് പറഞ്ഞാൽ മുറ്റത്ത്, മുന്നിൽ 10-5 ബേഫിക്രെ ജമാത്തെ. 10-5 ഒരു 5-10 ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. ഇരിക്കുവോ എന്തോ ആയിരിക്കാം, കൂട്ടം കൂടി ഉണ്ടവർ. എങ്ങനെയുള്ളവരാ? ബേഫിക്കറെ. എന്താ മക്കൾ ബേഫിക്കറെ എന്ന് പറഞ്ഞാൽ? അങ്ങനെയുള്ള ചില ആളുകളുണ്ട് നമ്മുടെ സമാജത്തിലും. ജോലിയും ചെയ്യില്ല, വേലയും ചെയ്യില്ല, വെറുതെ ഇങ്ങനെ അവിടെ എവിടെയും പോയി കൂട്ടം കൂടി നിൽക്കും. അതിനാ പറയുന്നത്. അവർക്ക് ഒന്നിനെ കുറിച്ചും വലിയ ആകുലതയൊന്നുമില്ല. बेफिक्रे हैं, चलते हैं तो चलते हैं, सोते हैं तो सोते हैं, खाते हैं तो खाते रहते हैं और पीते हैं तो पीते ही रहते हैं. ऐसे कुछ लोग हैं जिनको हम बेफिक्रे कहते हैं. അങ്ങനെയല്ല ആൾക്കാർ. അവർക്ക് യാതൊരു ഇതുമില്ല, പ്രശ്നവുമില്ല. അവരെന്തെങ്കിലും ആളുകളെ ദുഷിപ്പൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കൂടി നിൽക്കും. അങ്ങനെയുള്ള ഒരു 5-10 ആൾ ഠാക്കൂറിൻ്റെ വീടിൻ്റെ മുന്നിലുണ്ട്. അവരിങ്ങനെ ഡയലോഗ് അടിക്കുകയാണ്. മൈദാനി ബഹാദൂരി കാ തോ അബ് ന ജമാ ന രഹാ ഹെ ന മൗകാ ഹെ. പറയാം മൈദാനി ബഹാദൂരി. ഇപ്പം മൈതാനത്തിലുള്ള ധൈര്യങ്ങൾ, അതായത് ഏറ്റുമുട്ടലുകൾ, നേരിട്ടുള്ള ഷണ്ടകൾ, ഏറ്റുമുട്ടലുകളൊന്നും അബ് ജമാനനെ. ഇപ്പം അതിൻ്റെ ഒന്നും ജമാനയല്ല. അവൻ്റെ ഒന്നും ജമാനാർന്ന കാലഘട്ടമാണ്. അതിൻ്റെ ഒന്നും കാലഘട്ടമല്ല. എന്നാ മോക്കാഹെ, അതിനുള്ള അവസരമില്ല. കാനൂനി ബഹാദൂരി കി ബാത്തേ ഹോ രഹി ഥി. കാനൂൻ അർത്ഥം എന്താ മക്കളെ? നിയമം. കാനൂൻ അർത്ഥം മാഷു സിമ്പിളായിട്ട് പറയാം. കാനൂൻ അർത്ഥം നിയമം. വക്കീൽ അർത്ഥം അഡ്വക്കേറ്റ്, വക്കീൽ തന്നെ. കച്ചേരി അർത്ഥം കോടതി. ജഡ്ജ് അർത്ഥം ജഡ്ജി. ഒക്കെയാണ് അതുമായിട്ട് റിലേറ്റഡ് വേർഡ്സ്. വെറുതെ ഒന്ന് പറഞ്ഞു തന്നല്ലോ മാഷ്. അപ്പോൾ പറയണം, अब तो कानूनी बहादुरी की बातें हो रही थी. നിയമപരമായിട്ടുള്ള യുദ്ധം. അതാണ് നമ്മുടെ വീട്ടിൽ, മറ്റൊരാളുടെ വീട്ടിൽ ഒരു ഇല പറന്ന് വീണ ഉടനെ കേസ് കൊടുക്കാം. കാനൂനി ലടായിയാണ് അല്ലേ? അതിൻ്റെ സമയമാണ് ഇപ്പം. അതിനെക്കുറിച്ച് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിക്കുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. ആരാണ് ഇതൊക്കെ സംസാരിക്കുക? ബേഫിക്രയിലോ ഒരു പോളിയും കൂലിയില്ലാത്ത ആളുകൾ. അങ്ങനെ പറയാണ്, കിത്നി ഹോഷിയാരി സെ ഠാക്കൂർ നെ थानेदार को खास मुकदमे में शिकत दी. നമ്മളെ ഠാക്കൂർ
പിന്നെ ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാത്ത ആളുകളുടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഈ വലിയ പണക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ചുറ്റും കൂടിയിരുന്ന അയാൾ ഇങ്ങനെ പുകഴ്ത്തും, എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് ഇവിടെയും പരിപാടി. നോക്കിക്കോളൂ, എന്താ പറയുന്നത്, കിത്തനി ഹോഷിയാരി കെ സാത്ത്, ഹോഷിയാരി അർത്ഥം മക്കളെ ഇൻ്റലിജൻസ്, ബുദ്ധിപരമായിട്ട്. നോക്കൂ നമ്മളെ ഠാക്കൂർജി ഭയങ്കര സംഭവം. അയാളെന്താ ഇത്തിരി ഹോഷിയാരി, എത്ര ബുദ്ധിപരമായിട്ടാണ് നമ്മുടെ ഠാക്കൂർ എന്ത് ഥാനേദാർക്കോ, ഥാനേദാർ അർത്ഥം മക്കളെ ഇൻസ്പെക്ടറാണ്, പോലീസ് ഇൻസ്പെക്ടർ, ഥാന पुलिस थाना पुलिस स्टेशन, थानेदार ഇൻസ്പെക്ടർ കോ ഖാസ് മുഖ്ദമെ ഷിദക് ദി, ഒരു വലിയൊരു നിയമ പോരാട്ടത്തിൽ മുഖ്ദമ, അതിലെന്താണ് ഷിക്കസ് ദി, എങ്ങനെ അയാളെ എന്താണ് തകർത്ത് കളഞ്ഞു. സാഫ് നിക്കലായി, എന്നിട്ടോ സ്കൂളായിട്ട് ഇറങ്ങി വന്നില്ലേ. ഇൻസ്പെക്ടർ വലിയ കേസിലൊക്കെ പെടുത്തിയായിരുന്നു നമ്മളെ ഠാക്കൂറിനെ. ഠാക്കൂർ എന്താക്കി, ഇൻസ്പെക്ടറൊക്കെ പറ്റിച്ച് സുഖമായിട്ട് ഇപ്പം സാഫ് നിക്കലായി, വളരെ വൃത്തിയായിട്ട് ഇറങ്ങി വന്നില്ലേ. കിത്തനി അക്കൽമന്തി സേ ഏക് മौके का मुकदमे को नकल ले आए, ഏക് മാർക്കേ കാ മുക്തമോ, വലിയൊരു ഏതോ ഒരു കുറ്റത്ത് പെട്ടതാണ് ഠാക്കൂർ, എന്നിട്ട് ഏക് മാർക്കേ കാ മുക്തമേ, വലിയൊരു മുക്തമ വിചാരണയാണ് നമുക്ക് കേട്ടോ, വലിയൊരു വിചാരണയിൽ നിന്ന് കി നക്കൽ ലിയായേ, നക്കൽ ലിയാൻ അർത്ഥം ജാമ്യം എടുക്കുക എന്നുള്ള അർത്ഥമാണ്. ബെയിൽ, നക്കൽ ബെയിൽ, എത്ര സുഖമായിട്ട് ബെയിലെടുത്ത് വന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ഒരു സാധനം മാഷ് പറഞ്ഞു തരുന്നുണ്ട്, വന്നത് കണ്ടോ എന്നിങ്ങനെ ആളുകൾ പറയാം. നാസിർ ഓർ മെഹ്തം കോ സബി കഹത്തെ നക്കൽ നെയ് മിൽ സക്തി. ആ കോർട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ നസീറൊക്കെ അവർക്ക് പദവിയാണ് നോക്കല്ലേ കേട്ടോ. മെഹത്തമീനും ആ ഉദ്യോഗസ്ഥന്മാരിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ത് നക്കൽ നെയ് മിൽ സക്തി, ജാമ്യം കിട്ടൂല ഇയാൾക്ക് ഠാക്കൂറിന്. എന്നിട്ടോ ഹമാര ഠാക്കൂർ ദേക്കോ, ഠാക്കൂർ ജി ദേക്കോ കിത്തനി ആസാനി സെ നക്കൽ ലേ ആയേ, എന്തിനാ ഈ സൈറ്റാ ബെയിലെടുത്ത് വന്നത്. കോയി 50 മാങ്താ കോയി 100, ചില ആളുകൾ 50 റുപ്യ ചോദിക്കും, കൈക്കൂലിയാണ്. ചില ആളുകൾ 100 റുപ്യ ചോദിക്കും. ഇവിടെ അതും കൂടി കൊടുക്കാതെയല്ലേ നമ്മൾ ജാമ്യം എടുത്ത് വന്നത്. കാം കർണേക്കാ ഡങ് ഹോനാ ചാഹിയേ, ജോലി ചെയ്യാനുള്ള രീതി അറിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ഡയലോഗാണ്. മാഷ് ഈ ഒരു പാരഗ്രാഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മക്കളെ, അത് നമ്മളൊരു മെയിൻ സ്റ്റോറി ആയിട്ട് അങ്ങ് കൂടി നിൽക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് പ്രേംചന്ദ്ജി പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ദാറ്റ് വാസ് ദ സോഷ്യൽ ഓർ ജുഡീഷ്യൽ സിസ്റ്റം അറ്റ് ദറ്റ് ടൈം. ആ സമയത്തുള്ള സാമൂഹിക കൂടാതെ ജുഡീഷ്യൽ ന്യായ വ്യവസ്ഥയിലുള്ള പ്രശ്നങ്ങൾ കണ്ടോ. അവിടെ എന്തുണ്ട്? ദ പവർ ഓഫ് മണി ഈസ് ദെയർ. സമ്പന്നനായ ആളാണ് ഠാക്കൂർ, വലിയൊരു കേസ് പെട്ടു, സുഖമായിട്ട് ഇറങ്ങി വന്നു. അതും ഒരു സൊസൈറ്റിയുടെ റിഫ്ലക്ഷനാണ്. ആൻഡ് ദീസ് തിങ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. കോടീശ്വരന്മാരൊന്നും കേസുപ്പെട്ട് ജയിലിൽ കിടക്കൂല, അവരൊക്കെ മെല്ലേങ്ങ് പോരും. അല്ലാത്തവനോ ആ ഒരു റൊട്ടി കട്ടവൻ ചിലപ്പോൾ ഉണ്ടാവും 6 മാസം ജയിലിൽ കിടക്കും. വേറെ ജുഡീഷ്യൽ സിസ്റ്റമാണ്. അപ്പം ഇതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കൃത്യമായിട്ട് പറഞ്ഞു തന്നെ. കണ്ടോ എമ്മാതിരി കേസുപ്പെട്ട ആളാ, എന്നിട്ട് എന്തായി? പൈസ ഖർച്ച് എന്നാ കറക്കെ എന്നാക്കൽ ഉഠായി. 5 വയസ്സ് ചിലവാക്കാണ്ട് വന്നില്ലേ. ഇൻസ്പെക്ടറൊക്കെ കുടിക്കാൻ വലിയ കേസിൽ എന്തായി? ഊരിങ്ങ് പോകുന്നില്ല ആള്. കാം കർണേക്കാ ഡങ് ഹോനാ ചാഹിയേ, ജോലി ചെയ്യാനുള്ള രീതി അറിയണം എന്നൊക്കെ പറഞ്ഞ് ദേ ആർ സിംപ്ലി പ്രൈസിങ് ദെയർ മാസ്റ്റർ ഠാക്കൂർ. ഠാക്കൂറിനെ എങ്ങനെ പുകഴ്ത്തവരിങ്ങനെ ഇരുന്നിട്ട് 9 മണിക്കൂർ. जो काम करने वाले मजदूर दो सुबह से शाम तक जो काम करता है वो तो सो चुके हैं. അവർക്ക് ഇങ്ങനെ വെടി പറയാനൊന്നും സമയമില്ല. രാവിലെ ജോലിക്ക് പോകണം, വൈകുന്നേരം വരെ പണിയെടുക്കും, രാത്രി കിടന്നുറങ്ങണം. ഇവർ ജോലിയും കൂലിയും രാത്രി 12 മണി വരെ ഇരുന്ന് വെടി പറയാം. ആ ഒരു സിറ്റുവേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് മക്കളെ ഈ ഒരു പാരഗ്രാഫിനെ നമുക്കിതിൽ ഉൾപ്പെടുത്തിയത്. മാത്രവുമല്ല ഠാക്കൂർ എന്ന് പറയുന്ന ഹി വാസ് എ പവർഫുൾ മാൻ ഇൻ ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ഒരു പവർഫുൾ മാനാണ് ആര്? ഉയർന്ന ജാതിക്കാരനാണ് ഠാക്കൂർ. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പാരഗ്രാഫിൽ ഇതിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇസി സമയ ഇനി നമ്മളെ മെയിൻ സ്റ്റോറിയിലേക്ക് വരികയാണ് മക്കളെ. നേരത്തെ പറഞ്ഞ പാരഗ്രാഫ് ഒന്നുകൂടെ മാഷ് പറയാം. രാത് കെ 9 ബജേത്തെ, അത് വളരെ കൃത്യമായിട്ട് ഓർമ്മിക്കണം. അത് നമ്മൾ മെയിൻ സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യാൻ പോവാ. രാത് കെ 9 ബജേത്തെ, രാത്രി 9 മണിയാണ്. ഇസി സമയ, ഈ സമയത്ത് ഗംഗി കുവേ സെ പാനി ലേനെ പहुंची.
മെയിൻ സ്റ്റോറി ആയിട്ട് നമ്മൾ ടച്ച് ചെയ്തേനെ. രാത് കെ 9 ബജേത്തെ ഠാക്കൂറിൻ്റെ വീടിൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങളൊക്കെ കണ്ടു. ഈ സമയത്ത് ഗംഗി വെള്ളം കോരാൻ വരികയാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഉണർന്നിരിക്കുന്നുണ്ട്. എവിടെ? ഠാക്കൂറിൻ്റെ വീട്ടിൽ. ഇത്രയും കാര്യം നമ്മൾ മനസ്സിൽ വെച്ചാൽ മതി. രാത്രി 9 മണിയാ, രാत के 9 बजे थे और कुछ लोग ठाकुर के घर में अभी भी जगे हुए हैं. കുറച്ച് പേര് ഇപ്പോഴും ഉണർന്നു നിൽക്കുന്നുണ്ട്, എല്ലാവരും ഉറങ്ങിയിട്ടില്ല. ആ സമയത്താണ് ഗംഗി എന്ത് ചെയ്യുന്നത്? വെള്ളം കോരാൻ വേണ്ടി അവിടെ എത്തുന്നത്. അപ്പോഴോ കുപ്പി की धुंधली रोशनी कुएं पर आ रही थी. ഠാക്കൂറിൻ്റെ വീട്ടിലെ വെളിച്ചത്തിൻ്റെ കുപ്പി എന്ന് പറഞ്ഞാൽ ചെറിയ മണ്ണെണ്ണ വിളക്കിനെ പറയാം. അതിൽ ദുന്ദുലി രോഷ്നി, അടുത്ത മക്കളെ വിളിച്ചു ദുന്ദുലി രോഷ്നി, ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫേഡഡ് ലൈറ്റ് എന്ന് പറയും, ഒരു മങ്ങിയ വെളിച്ചം. കുവേ പറാരഹിത്തി എവിടെ വരെ ഉണ്ട്? ഏകദേശം ചെറിയൊരു മങ്ങിയ വെളിച്ചം ആ കിണർ വരെ എങ്ങനെ വരുന്നുണ്ട് വീട്ടിൽ നിന്ന്. രാത് കെ 9 ബജെ ഹെ, രാത്രി 9 മണിയാണ്. കുച്ച് ലോഗ് അബി ബി ബാത്തേം കർ റഹാ ഹൈ ഠാക്കൂർ കെ ഘർ മേ. ഠാക്കൂറിൻ്റെ വീട്ടിൽ കുറച്ച് പേര് ഇപ്പോഴും ആൾക്കാരോടൊന്ന് സംസാരിക്കുന്നുണ്ട്. और उसी समय गंगी पहुंची है पानी लेने. ആ സമയത്താണ് നമ്മൾ ഗംഗി എത്തിയത്. ചെറിയൊരു വെളിച്ചം അവിടെ കാണാം. ഗംഗി ജഗത് കി ആട് മേ ബൈഠി. അവൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ ആട് മറ അതിൻ്റെ മറയിൽ, അതിൻ്റെ പിന്നിൽ അവൾ ബൈഠി, മെല്ലെ അവിടെ പോയി ഇരുന്നു. എന്തിനാ ഇരിക്കുന്ന മക്കളെ? മോക്കെ കാ ഇന്തസാർ കർനെ ലഗി. മോക്കാർത്ഥം അവസരം. അവൾ അവിടെ ഇരിക്കുകയാണ്. ഷീ ഈസ് സിറ്റിംഗ് ദേർ. എന്തിനു വേണ്ടിയിട്ട്? ആ മോക്ക അവസരം കാത്തിരിക്കുകയാണ്. ഷീ ഈസ് വെയിറ്റിംഗ് ടു ഗെറ്റ് എ ക്ലിയർ ഓപ്പർച്യൂണിറ്റി. ഒരു കൃത്യമായ അവസരം കിട്ടാൻ വേണ്ടി അവൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ക്യോങ്കി, കാരണം എന്താ? കുച്ച് ലോഗ് അഭി ബി ജഗേ. കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ വർത്താൻ പറയുന്നത്, മാത്രമല്ല ചെറിയ വെളിച്ചമുണ്ട്. അവൾ കയറി വെള്ളം കോരിയാലോ പെട്ടെന്ന് എല്ലാവരും കാണും. കണ്ടാൽ തീർന്നു. അപ്പോൾ അവിടെ പതുങ്ങിയിരുന്നു. എന്നിട്ടോ ഇസ് കുവേ കാ പാനി സാരാ ഗാവ് പീത്താ ഹെ. അവൾ അവിടെ ഇരുന്ന് ആലോചിക്കുക, ഇസ് കുവേ കാ പാനി, ഈ കിണറിലെ വെള്ളം സാരാ ഗാവ് പീത്താ ഹെ, ഗ്രാമത്തിൽ എല്ലാവരും കുടിക്കുന്നുണ്ടല്ലോ. ഉയർന്ന ജാതിക്കാരുടെ ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ എല്ലാവരും കുടിക്കുന്നുണ്ടല്ലോ. കിസി കെ ലിയെ റോക്ക് നഹി, ആര് വന്നാലും തടസ്സമില്ല. സിർഫ് യെ ബദ് നസീബ് നഹി പീ സക്തെ. പക്ഷെ എന്നെ പോലെയല്ല. നസീബ് അർത്ഥം മക്കളെ ഭാഗ്യം, ബദ്നസീബ് നിർഭാഗ്യം, അൺഫോർച്ചുനേറ്റ്. പക്ഷെ എന്നെ പോലെയുള്ള നിർഭാഗ്യവതിയായ ആളുകൾക്ക് മാത്രം ഇവിടുന്ന് വെള്ളം കോരാൻ കഴിയുന്നില്ലല്ലോ. ബാക്കി എല്ലാവരും ഇവിടുന്ന് വെള്ളം കുടിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഗംഗി അവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. സ്റ്റിൽ ഷീ ഈസ് വെയിറ്റിംഗ് ഫോർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു ഫെച്ച് ദ വാട്ടർ ഫ്രം ദ വെൽ. ആ കിണറിൽ നിന്ന് വെള്ളം കോരാൻ വേണ്ടി നല്ലൊരു അവസരത്തിന് കാത്തിരിക്കുകയാണ് അവൾ. കാരണം അബി ബി ठाकुर के घर के सामने कुछ लोग जगे हुए हैं, बातें कर रहे हैं और धुंधली रोशनी भी आ रही है. ചെറിയൊരു വെളിച്ചമുണ്ട് അവിടെ. അപ്പോൾ അവിടെ എന്ത് മൂമെൻറ്റും അവൻ പെട്ടെന്ന് കാണും. കണ്ടു കഴിഞ്ഞാലോ ഗംഗിയാണ് വെള്ളം കോരുന്നത്, പിന്നെ അവളുടെ കഥ പറയേണ്ട ആവശ്യമില്ല. ഇതാണ് ഉണ്ടായിരുന്ന അവസ്ഥ. അവളങ്ങനെ പാത്തും പതുങ്ങിയിരുന്നു. അപ്പം ഇതുവരെയുള്ള ചെറിയൊരു ഭാഗമായിട്ടാണ് മാഷെടുത്തത്. ഇനി അടുത്ത 2 ക്ലാസ് കൊണ്ട് നമ്മൾ ഈ പാഠം തീർക്കും. കുറച്ചിങ്ങനെ വലിച്ചു കിട്ടാനുള്ള കാരണം മക്കളെ, നല്ലൊരു പാഠമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ധാരാളം ചോദ്യം ചോദിക്കുന്ന പാഠമാണ്. പെട്ടെന്ന് ഓടണ്ട എന്നുള്ളൊരു ലൈനിലാണ് മാഷെടുത്തത് കേട്ടോ. അപ്പം ഇതോടുകൂടി നമ്മൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. പിന്നെ ഒരു 2 ക്ലാസ്സോടുകൂടി ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഫിനിഷ് ദിസ് ലെസൺ. ഈ ലെസണിനെ വായിച്ചു നോക്കുക. ഇതിങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെറുതെ ഇങ്ങനെ കേട്ടാൽ പോരെ, നോട്ട് ബുക്ക് എടുത്തിട്ട് പറയുന്ന അർത്ഥങ്ങൾ എഴുതി വെക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിയുള്ള ഇതിൻ്റെ പാഠത്തിൻ്റെ ഭാഗങ്ങളിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പാക്കേജായിട്ട് കൃത്യമായിട്ട് ഓരോരോ പാഠവും, പക്ഷേ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ്, പിന്നെ എന്താണ് ഒരു റിവിഷനാവും, നമുക്ക് എക്സസൈസ് ചെയ്യുകയും ചെയ്യാം. എക്സസൈസ് ഞാൻ ചെയ്തു തരില്ല, നിങ്ങൾ ചെയ്യണം. എന്ത് ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിലും ഒരു സൂചന വന്നാൽ നമ്മൾ പറഞ്ഞു തരും. ഓക്കെ.